സെപ്റ്റംബർ 15-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ട്രയോലോബൈറ്റ് എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ ഫോസിലിന്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിൽ നിന്നുള്ള സ്റ്റഡീസ് അതിനൊരു എക്സ്ട്രാ പെയർ ഓഫ് ലെഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സ്റ്റഡീസ് വരുന്നതായിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എന്താണ് ഈ ഒരു ട്രയോലോബൈറ്റ് എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി, ബാക്കി അതിന്റെ സ്റ്റഡീസും മറ്റുമൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ട്രയോലോബൈറ്റ് എന്ന് പറയുന്ന ജീവി എന്നുള്ളത്. അപ്പൊ ഈ ഒരു ട്രയോലോബൈറ്റിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റഡീസ്, അതായത് മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതിന്റെ സ്റ്റഡീസിൽ നിന്നും അതിനൊരു എക്സ്ട്രാ പെയർ ഓഫ് ലെഗ്സ് കൂടി ഉണ്ട് അതിന്റെ തലയുടെ തൊട്ട് താഴെയായിട്ട് എന്നുള്ളതാണ് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളതായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫിഫ്ത്ത് പെയർ ഓഫ് ഹെഡ് അപ്പൻഡേജസ് അത് ഇത്തരത്തിലുള്ള ട്രയോലോബൈറ്റുകളിൽ വളരെ കോമൺ ആണ് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ഫിഫ്ത്ത് പെയർ ഓഫ് ലെഗിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതായത് ഈ ഒരു ട്രയോലോബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സ്പൈഡേഴ്സ് അല്ലെങ്കിൽ ലോബ്സ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ജീവികളുടെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ജീവിയായിട്ടാണ് കാണുന്നത്. ഇത് ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ആർത്രോപോഡാണ്. നോർമലി ഇത്തരം ജീവികൾക്ക് നമുക്ക് 4 പെയർ ആണ് കാണാൻ പറ്റുക, അതായത് 8 കാലുകളാണ് ഉണ്ടാവുക. ബട്ട് ഇവിടെ ഈ ട്രയോലോബൈറ്റ് എന്ന് പറയുന്ന ജീവിയിൽ 5 പേര് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇതിന്റെ ഹെഡ് ഏരിയാസും മറ്റുമൊക്കെ വളരെ വ്യക്തമായിട്ട് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് അതിന്റെ ഫോസിൽസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ട്രയോലോബൈറ്റ് എന്ന് പറയുന്നത് ഒരു ജീവിയാണ്, ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ആർത്രോപോഡ് ആണ് എന്ന് ഓർത്തു വെച്ചാൽ മതിയോ. അപ്പൊ ഇതിന്റെ ബോഡിയിൽ വ്യത്യസ്ത സെഗ്മെന്റുകളായിട്ട് ഹെഡ് വേറെ, തൊറാക്സ്, ടെയിൽ, ഇങ്ങനെ വ്യത്യസ്ത സെഗ്മെന്റുകളായിട്ടാണുള്ളത്. അപ്പൊ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു അപ്പൻഡേജസ് ലെഗ്സിനൊക്കെ വ്യത്യസ്ത ഫംഗ്ഷൻസ് ഉണ്ട് എന്നും സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട്. ചിലത് സെൻസിങ്ങിന് വേണ്ടിയിട്ട്, ഫീഡിങ്ങിന് വേണ്ടിയിട്ട്, ലോക്കോമോഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് ഈ ട്രയോലോബൈറ്റ് എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്? ട്രയോലോബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആർത്രോപോഡാണ്. അത് സ്പൈഡേഴ്സ്, ലോബ്സ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ജീവികളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ജീവിയാണ്. അവരുടെയൊക്കെ മുൻ തലമുറ ജീവിയായിട്ട് നമുക്ക് ഈ ഒരു ട്രയോലോബൈറ്റിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ട്രയോലോബൈറ്റ് എന്ന് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള ഓസോണിന്റെ അളവ് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളുടെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വാർത്തയാണ്. അതായത് ഓസോൺ ഗ്യാസസിന്റെ സാന്നിധ്യം, ഓസോൺ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 3 ആറ്റംസ് കൂടിച്ചേർന്നാണ് O3 എന്നാണ് വിളിക്കുക. ഈ O3 അല്ലെങ്കിൽ ഓസോൺ എന്ന് പറയുന്ന ഗ്യാസിന്റെ അളവ് വർദ്ധിക്കുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് വരുന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കാർബൺ സീക്വസ്ട്രേഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള കാർബണിനെ ആഗിരണം ചെയ്യുന്ന കാർബൺ സിങ്കുകളാണ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു കാർബൺ സിങ്കുകളുടെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിന് ചെടികൾ, മരങ്ങൾ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓസോൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്യാസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ഈ ഒരു നോർമൽ നമ്മുടെ ലെവലിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ അത് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളുടെ ഗ്രോത്തിനെ, വരൾച്ചയെ മുരടിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് സയന്റിസ്റ്റ് സ്റ്റഡീസിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്കറിയാം, ഈ ഒരു ചെടികൾ, മരങ്ങളൊക്കെയാണ് കാർബൺ സീക്വസ്ട്രേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാർബണെ ആഗിരണം ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് വർദ്ധിക്കുന്നു, മരങ്ങളുടെ വളർച്ചയ്ക്ക് മുരടിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു കാർബൺ സീക്വസ്ട്രേഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് മരങ്ങൾ, ചെടികൾ ആഗിരണം ചെയ്യുന്നതിനെ തന്നെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വർഷം ഏകദേശം 290 മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു ഓസോണിന്റെ സാന്നിധ്യം പ്രകാരം ചെടികളുടെ വളർച്ചയിൽ ഉണ്ടാവുന്ന കുറവ് മൂലം ഈ ഒരു അൺക്യാപ്ചേർഡ് ആയി മാറുന്നു എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു എമൗണ്ട് ആണ് എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. അപ്പോൾ ഇൻ കേസ് അന്തരീക്ഷത്തിൽ ഇത്രയും ഓസോൺ ഇല്ല എങ്കിൽ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടി ചെടികൾ ആഗിരണം ചെയ്ത് അതിന്റെ ബയോമാസിൽ, അതായത് ആ ചെടിയുടെ ശരീരത്തിൽ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ അത് സഹായിക്കുമായിരുന്നു. പക്ഷേ ഗ്രൗണ്ട് ലെവൽ ഓസോൺ, അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓസോൺ എന്ന് പറയുന്നത് ഏകദേശം 5.1% റിഡക്ഷൻ ആണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളുടെ ആനുവൽ ഗ്രോത്ത് റേറ്റിൽ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റിൽ ഉണ്ടാവുന്ന കുറവാണ്. ഇത് ആക്ച്വലി ആ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന വഴി എക്കോസിസ്റ്റത്തിന്റെ കാർബൺ സീക്വസ്ട്രേഷൻ കപ്പാസിറ്റിയെ കുറക്കുകയാണ്. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. 5.1% ആവറേജ് റേറ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ വളരെ സിവിയർ ആണ്, ചില സ്ഥലങ്ങളിൽ അത്ര സിവിയർ അല്ല എന്നുകൂടി ഓർത്തു വെക്കണമെന്ന്. അതായത് ചില ഏരിയാസിൽ ഇത് വളരെ വളരെ വൾണറബിൾ ആണെന്ന് പറയുമ്പോൾ ആ മേഖലകളിൽ ഓസോൺ പൊല്യൂഷൻ കൂടുതലാവുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകളുടെ
മേലെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റും കൂടി വരും. അതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസും എക്സ്പെരിമെന്റ്സും ഒക്കെ നടത്തുവാണ്. എങ്ങനെയാണ് ഈ ഒരു ട്രോപ്പിക്കൽ ട്രീ സ്പീഷീസ് ഓസോൺ എക്സ്പോഷറുമായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നാണ് സയന്റിസ്റ്റുകൾ പ്രധാനമായിട്ടും സ്റ്റഡീസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ചില സ്പീഷീസുകൾ ഓസോൺ പൊല്യൂഷനോട് ഭയങ്കര സിവിയർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ചിലത് അത്ര കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ റിസർച്ചേഴ്സ് ഇതിന്റെ മേലെ കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ റിസൾട്ടുകൾ കൊണ്ടുവരുവാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മോഡലുകളും മറ്റുമൊക്കെ ഈ ഒരു ഗ്ലോബൽ വെജിറ്റേഷന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കമ്പ്യൂട്ടറിൽ മോഡൽ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന വഴി ഇത്തരത്തിലുള്ള ഓവറോൾ ഇമ്പാക്റ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ അതൊരു ഗ്ലോബൽ സ്കെയിലിൽ എങ്ങനെയാണ് ഈ ഒരു കാർബൺ ക്യാപ്ചർ റിഡക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓവറോൾ സ്റ്റഡി കൊണ്ട് സാധിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓർത്തു വെക്കണം, അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ഓസോൺ പോലുള്ള ഗ്യാസുകളുടെ അളവ് വർദ്ധിക്കുന്നത് വഴി അത് ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കുന്നുണ്ട്, അത് കാർബൺ സിക്വസ്ട്രേഷനെ ബാധിക്കുന്നുണ്ട്, ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത മിഷൻ മൗസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മിഷൻ മൗസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ വെതർ ഫോർകാസ്റ്റിങ്ങിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതെന്താണ് കൊണ്ടുവരാൻ കാരണം, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ക്യാബിനറ്റ് 2000 കോടിയുടെ മിഷൻ മൗസം എന്ന് പറയുന്ന പദ്ധതി, അതായത് കാലാവസ്ഥാ ഗവേഷണത്തിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവന്നു ആധുനിക ഉപകരണങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി മിഷൻ മൗസം എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നത്. അപ്പൊ നമ്മളുടെ രാജ്യത്തെ വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഒബ്സർവേഷനെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD, അതുപോലെ തന്നെ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് ആണ് ഇതിൽ വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മൺസൂൺ ഫോർകാസ്റ്റുകളെ സ്ട്രെങ്തൻ ചെയ്യുക, എയർ ക്വാളിറ്റി അലേർട്ടുകൾ കൃത്യമായിട്ട് ചെയ്യുക, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ വാർണിംഗ് ഈവന്റുകൾ വളരെ മുന്നേ തന്നെ നൽകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ റഡാർസ്, സാറ്റലൈറ്റ് സിസ്റ്റംസ്, ഹൈ പെർഫോമൻസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എർത്ത് സിസ്റ്റം മോഡൽസ് തുടങ്ങിയവ പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാനാണ് പദ്ധതി എടുത്തത്. കൂടാതെ GIS ബേസ്ഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം തുടങ്ങിയവയും അതുപോലെ ചെയ്യുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് 2026 കൂടിയിട്ട് ഏകദേശം 60ഓളം വെതർ റഡാറുകൾ പ്രൊക്യൂർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും 15ഓളം വിൻഡ് പ്രൊഫൈലേഴ്സ് പ്രൊക്യൂർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും 15ഓളം റേഡിയോ സോണ്ടേഴ്സ് പ്രൊക്യൂർ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് കാറ്റിന്റെ വേഗതയെ സംബന്ധിച്ച്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സംബന്ധിച്ച്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ തുടങ്ങിയ അന്തരീക്ഷത്തിലെ ആർദ്രത, ജലാംശത്തിന്റെ അളവ്, ടെമ്പറേച്ചർ തുടങ്ങിയവയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുകയും അതുവഴി കൃത്യമായിട്ടുള്ള ഒരു വെതർ ഫോർകാസ്റ്റിംഗ് നമ്മുടെ രാജ്യത്തിന് നടത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഇതിന് പ്രിഡസസർ ആയിട്ട് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, മൺസൂൺ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2012 കൊണ്ടുവന്നാണ്. അതിന്റെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് മിഷൻ മൗസം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പൊ നേരത്തെയുള്ള മോഡലില് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡുകളാണ് മൺസൂൺ ഫോർകാസ്റ്റിന് ഉപയോഗിച്ചിരുന്നത്. അതായത് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേഷൻസ് വെച്ചുകൊണ്ട്, അതായത് കാൽക്കുലേഷൻ വെച്ചുകൊണ്ട്, അതായത് ഫോർമുലകളുണ്ട്, ആ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പ്രീവിയസ് മോഡൽ വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റുകളാണ് കിട്ടുന്നത്, കൃത്യമായിട്ടുള്ള റീജിയണൽ ഡൈവേഴ്സിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതുപോലെ തന്നെ ഡ്രോട്ടോ ഫ്ലഡിനെ ഒന്നും പ്രവചിക്കാനോ മറ്റും ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൺസൂൺ മിഷനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതിൽ ഡൈനാമിക് മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഫിസിക്കൽ ഇക്വേഷന്റെ ബേസിസിലാണ് ഡൈനാമിക് മോഡൽ. പ്രീവിയസ് ഡാറ്റ വെച്ച് ഇക്വേഷൻസിൽ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ടാണ് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോർകാസ്റ്റുകൾ നമുക്ക് നൽകാൻ പറ്റും എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ഡൈനാമിക് മോഡലുകൾ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റുകൾക്ക് സ്യൂട്ടബിൾ ആണ്, ഷോർട്ട് ഫോർകാസ്റ്റുകൾക്കോ ലോങ് ഫോർകാസ്റ്റുകൾക്കോ അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മിഷൻ മൗസം എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്ലൗഡ് സീഡിംഗ്, അതുപോലെ ലൈറ്റ്നിങ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കൂടുതൽ മേഖലകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും വെതർ മോഡിഫിക്കേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും വരുന്നുണ്ട്. അപ്പൊ ഇതിനൊരു വലിയ ലാർജ് ക്ലൗഡ് ചേംബർ IIT മദ്രാസിന്റെ സഹകരണത്തോടെ ബിൽഡ് ചെയ്യുന്നുണ്ട് വെതർ മോഡിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു
വെതർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇഷ്യൂസിനെ എന്നുള്ളതാണ്. അപ്പോൾ മിഷൻ മൗസം വഴി ഈ ഒരു പ്രോസസ്സുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ ഒരു മേഖലയിലും നമ്മുടെ രാജ്യത്തിന് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വർഷങ്ങളായി നേരിടുന്ന വലിയ പരാതിയാണ് ഇനാക്യുറസി. അതിനെ അഡ്രസ് ചെയ്യാൻ ഈ മിഷൻ മൗസം കൊണ്ട് സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ഈ ഒരു EPFOയുടെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. ഈ ഒരു EPFO പെൻഷനുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഒരു പുതിയ പെൻഷൻ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുതിയ മെത്തേഡ്, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പെൻഷൻ പേയ്മെന്റ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുതിയ മെത്തേഡ് വഴി ബാങ്ക് അക്കൗണ്ടുകൾ വഴി പേയ്മെന്റ് കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു EPFO പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്? പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നീണ്ടകാലം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സർക്കാർ ബാക്കിയുള്ള ശേഷിക്കുന്ന കാലത്തേക്ക് മാസം ഒരു നിശ്ചിത തുക തരും. ഇതിനെയാണ് പെൻഷൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.